ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം ഏകാദശോ അധ്യായഃ 11-ാമത്തെ അധ്യായം. ജഡഭരതന്റെ തത്വജ്ഞാനോപദേശം. രഘുഗണൻ വാദിച്ച വാദങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്കും തോന്നും ഇത് സത്യമല്ലേ എന്ന്. ഇതുപോലെയായിരുന്നു ഭഗവത്ഗീതയിൽ അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാൻ പല വാദങ്ങളും നിരത്തിയത്. അപ്പോൾ തന്നെ ഭഗവാൻ അർജുനനെ ഉപദേശിച്ചു തുടങ്ങിയത് ഒരു പണ്ഡിതനെ പോലെ സംസാരിക്കുന്നു, എന്നാൽ പണ്ഡിതന്മാരുടെ യാതൊരു വിധത്തിലുള്ള ഗുണങ്ങളും അർജുന നിന്നിലില്ല. ഇതേപോലെ തന്നെ രഘുഗണനോട് പറയുകയാണ്. ബ്രാഹ്മണ ഉവാച. 1-ാമത്തെ ശ്ലോകം. അകോവിദഃ കോവിദവാദവാദാൻ വദസി അധോ ന അതിവിദാം വരിഷ്ഠഃ ന സൂരയോ ഹി വ്യവഹാരം ഏനം തത്വാവമർശേന സഹ ആമനന്തി. അകോവിദഃ, യഥാർത്ഥത്തിൽ അങ്ങയുടെ ഈ വാദങ്ങളിൽ നിന്ന് തന്നെ അങ്ങ് പണ്ഡിതനല്ല, അവിദ്വാനാണ് എന്ന് മനസ്സിലാകുന്നു. എന്നാൽ അങ്ങയുടെ വാദമുഖങ്ങൾ കോവിദവാദവാദാൻ, വിദ്വാൻമാരുടെ വാദങ്ങൾക്കൊത്ത വാദമുഖങ്ങൾ പോലെയാണ് അങ്ങിപ്പോൾ എന്നോട് സംസാരിച്ചത്. അങ്ങനെ അങ്ങ് വദസി, എന്നോട് വാദിക്കുന്നു. അധോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെറുതെ അതും ഇതും വാദിച്ചതുകൊണ്ട് അതിവിദാം, അതിവിദ്വാൻമാരുടെ ഇടയിൽ വരിഷ്ഠഃ ന, ഒരു വിദഗ്ധനാവുകയില്ല. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ എവിടെ നിന്നോ കേട്ട വിവരങ്ങൾ വെച്ച് വാദിച്ചതുകൊണ്ട് മാത്രം ഒരാൾ പണ്ഡിതനാകുന്നില്ല. ഹി, എന്തെന്നാൽ സൂരയഃ, യഥാർത്ഥജ്ഞാനികൾ ഏനം വ്യവഹാരം, ഈ ലോക വ്യവഹാരത്തെ തത്വാവമർശേന സഹ, യാഥാർത്ഥ്യ വിചാരത്തോടുകൂടെ ന ആമനന്തി, പറഞ്ഞു വരാറില്ല. അതായത് ഈ ലോകം ഉള്ളതാണെന്ന് ഒരു ജ്ഞാനിയും പറയുകയില്ല. പക്ഷേ അങ്ങ് സംസാരിച്ചത് തന്നെ ഈ ലോകം ഉണ്ടല്ലോ എന്ന് പ്രമാണമെന്ന രീതിയിലാണ്, പ്രമാണമായിട്ട് പറയുന്നത് പോലെയാണ് ഈ ലോകം ഉണ്ട് എന്ന രീതിയിൽ അങ്ങ് സംസാരിച്ചത്. അതിൽ നിന്ന് തന്നെ അങ്ങ് പണ്ഡിതനേ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അങ്ങയുടെ ഭാഷണം പണ്ഡിതനെ പോലെയാണ്. ഇനി അങ്ങ് ഈ വേദം പഠിച്ചിട്ട് അതിൽ ഗൃഹസ്ഥാശ്രമികൾക്കുള്ള ഉപദേശങ്ങളൊക്കെ കണ്ടിട്ടാണ് അങ്ങ് ഇങ്ങനെ വാദിക്കുന്നതെങ്കിൽ അതും സത്യമല്ല എന്ന് പറയുകയാണ്. 2-ാമത്തെ ശ്ലോകം. തഥാ ഏവ രാജൻ ഉരു ഗാർഹമേധ വിതാന വിദ്യ ഉരു വിജൃംഭിതേഷു ന വേദവാദേഷു ഹി തത്വവാദഃ പ്രായേണ ശുദ്ധോനു ചകാസ്തി സാധുഹു. ഹേ രാജൻ, തഥാ ഏവ, അപ്രകാരം തന്നെ, ഉരു, വളരെയധികം, ഗാർഹമേധ വിതാനം, ഗാർഹസ്ഥ്യയജ്ഞങ്ങളുടെ വിവരണത്തെ അടിസ്ഥാനമാക്കിയ വിദ്യ, അറിവുകളിൽ, ഉരു വിജൃംഭിതേഷു, ഏറിയ കൂറും വ്യാപരിക്കുന്ന വേദവാദേഷു, വേദപ്രതിപാദനങ്ങളിൽ, ഈ വേദത്തിലെ കർമ്മകാണ്ഡത്തിൽ കൂടുതലായും ഒരു ഗൃഹസ്ഥാശ്രമി അവൻ്റെ സുഖകരമായ ഇഹലോക ജീവിതത്തിനും പരലോക ജീവിതത്തിനും എന്തൊക്കെ യജ്ഞങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അവൻ ഈ ജീവിതത്തിൽ ഈ ലോകത്തിൽ പെരുമാറേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ലോകമേ സത്യമല്ല എങ്കിൽ ഈ വേദങ്ങളിൽ പറയുന്ന ഈ അറിവ് പോലും വെറുതെയല്ലേ? വേദങ്ങളിൽ ഒരിടത്ത് പോലും ശുദ്ധഃ
ഹിംസാദിദോഷരഹിതവും സാധുഹു രാഗാദിശൂന്യവുമായ തത്വവാദഃ യഥാർത്ഥ പരമാർത്ഥമായ ആ പരമാത്മാവിനെ കുറിച്ചുള്ള പ്രതിപാദനം പ്രായേണ മിക്കവാറും നു ഹി തീർച്ചയായിട്ടും ഒരിടത്തും ന ചകാസ്തി തെളിഞ്ഞു കാണുകയില്ല. ഈ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചത്തിൽ എങ്ങനെ ഈ ലോകത്തെങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചും മാത്രം പറയുന്ന വേദത്തിൽ ഒരിടത്തു പോലും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താണെന്നതിനെക്കുറിച്ച് പറഞ്ഞു കാണുന്നില്ല. അപ്പോൾ ഈ വേദപഠനം സത്യമാണ് എന്ന് വിചാരിക്കുന്നത് ഈ സംസാരം ഈ ലോകം സത്യമാണെന്ന് വിചാരിക്കുന്നവരാണ്. ഇനി വേദം പഠിച്ചിട്ട് ഒരാളെ കർമ്മം കൊണ്ട് ശുദ്ധനാക്കി അവസാനം വേദാന്തവാക്യമായിട്ടുള്ള ഉപനിഷദ് വാക്യങ്ങൾ ഉണ്ടല്ലോ എന്നാണെങ്കിൽ നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് ഈ ലോകം തന്നെയാണ് സത്യം. അങ്ങനെയുള്ളവനോട് ഉപനിഷത്ത് ഉപദേശിച്ചിട്ടും ഒരു കാര്യവും ഇല്ല. അതാണ് മൂന്നാമത്തെ ശ്ലോകം. ന തസ്യ തത്വഗ്രഹണായ സാക്ഷാത് വരീയസി അപി വാച സമാസൻ സ്വപ്നേ നിരുക്തിയ ഗൃഹമേധി സൗഖ്യം ന യസ്യ ഹേയ അനുമിതം സ്വയം സ്യാത്. യസ്യ യാതൊരുവന് ഗൃഹമേധി സൗഖ്യം ഗൃഹസ്ഥാശ്രമികൾ അനുഭവിക്കുന്ന വിഷയസുഖം സ്വപ്നേ സ്വപ്നത്തിലെ നിരുക്തിയ ഉദാഹരണം പോലെ ദൃഷ്ടാന്തപ്രകാരം സ്വയം തന്നെത്താൻ ഹേയ അനുമിതം അത് ത്യജിക്കാനുള്ള മനസ്സ് വരുന്നില്ല ന സ്യാത് വരുന്നില്ല എങ്കിൽ പിന്നെ അങ്ങനെയുള്ളവന് തസ്യ വരീയസീഹി മഹത്തരങ്ങളായ വാചഹ അപി വേദാന്തവാക്യങ്ങൾ ഒരു 100 തവണ അവനെ കേൾപ്പിച്ചാൽ പോലും സാക്ഷാത് തത്വഗ്രഹണായ ശരിയായ തത്വം ഗ്രഹിക്കുന്നതിനായിക്കൊണ്ട് ന സമാസൻ പര്യാപ്തമാകുന്നില്ല. വേദാന്തം ആദ്യം ശ്രവിക്കണം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ ലോകം എന്നത് സ്വപ്നതുല്യമാണെന്ന് സ്വയം മനനം ചെയ്ത് ഉറപ്പിച്ചവന് മാത്രമേ വേദാന്ത തത്വങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുടം കമിഴ്ത്തി വെള്ളമൊഴിക്കുന്നത് പോലെ വെറുതെ കുറേ വാക്യങ്ങൾ കേട്ടുപോവുക മാത്രമാണ് ചെയ്യുന്നത്. അതിനായിട്ട് ശ്രവണത്തിൻ്റെ കൂടെ മനനവും അത്യന്താപേക്ഷിതമാണ്. അപ്പോഴും ആ മനനത്തിലൂടെയും നമുക്ക് സ്വപ്നം പോലെയാണ് ഈ ലോകമെന്ന് അത്ര പെട്ടെന്നൊന്നും മനസ്സ് വഴങ്ങിത്തരില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് നിരന്തരമായിട്ട് അത്തരം വേദാന്തവാക്യ ശ്രവണവും നിരവധി ഉദാഹരണങ്ങളിലൂടെ മനനവും എല്ലാറ്റിനുമപ്പുറം ഗുരു കാരുണ്യവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഈ ലോകം സത്യമല്ല എന്ന തിരിച്ചറിവിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. മനസ്സാണ് ഈ ലോകമുണ്ട് എന്ന സങ്കല്പത്തെ നമുക്ക് ഉണ്ടാക്കിത്തരുന്നത്. മനസ്സാകട്ടെ ത്രിഗുണത്തിൻ്റെ പിടിയിലാണ്. ഇങ്ങനെയുള്ള മനസ്സിനെ നമുക്ക് നിരാകരിക്കാൻ സാധിക്കാത്തിടത്തോളം ഈ ലോകം സത്യമായി നിലനിൽക്കുന്നതാണ്. അതാണ് 4ാമത്തെ ശ്ലോകം. യാവത് മനോ രജസ പുരുഷസ്യ സത്വേന വാ തമസാ വാ അനുരുദ്ധം ചേതോഭിഃ ആകൂതിഭിഃ ആതനോതി നിരങ്കുശം കുശലം ച ഇതരം വാ. മനഃ ഈ പ്രപഞ്ചത്തെ അറിയാൻ ആത്മാവ് ഉപയോഗിക്കുന്ന ഉപാധിയാണ് മനസ്സ് അഥവാ അന്തഃക്കരണം. ആ അന്തഃക്കരണം യാവത് ഏത് കാലം വരെ രജസ സത്വേനവ തമസാവ രജോ ഗുണത്താലോ സത്വഗുണത്താലോ തമോ ഗുണത്താലോ അനുരുദ്ധം അതിങ്ങനെ കെട്ടിയിടപ്പെട്ടതുപോലെ വശീകൃതമായിട്ടിരിക്കുന്നുവോ താവത് അത്രയും കാലം വരെ നിരങ്കുശം ഒരു നിവൃത്തിയുമില്ലാതെ നമ്മൾ കർമ്മം ചെയ്തു പോകുമെന്നാണ്. വേണ്ടെന്ന് വെച്ചാലും നമുക്ക് സാധിക്കില്ല. ഈ
ത്രിഗുണാത്മികയായ മനസ്സ് നമ്മെ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രവൃത്തി ചെയ്യിക്കുക തന്നെ ചെയ്യും. സത്വഗുണം അധികരിച്ചിരിക്കുന്ന ആൾ, ആ പുരുഷൻ കുശലം ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ സത്വഗുണം അധികരിച്ചിരിക്കുന്നു, ആ ഗുണം ഉണ്ട് എന്നതിനാൽ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവല്ലോ എന്ന അഹങ്കാരവും ഉണ്ടാകും. ഇനി ഇതരം വാ, ഈ രജോ ഗുണവും തമോ ഗുണവും ഉള്ളിടത്തോളം അധർമ്മ കർമ്മങ്ങൾ, ചിലപ്പോൾ ധാർമ്മികവും ചിലപ്പോൾ അധാർമികം ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തു പോകും. അത് ഒരുപക്ഷെ ആകൂതിഭിഹി കർമ്മേന്ദ്രിയങ്ങളാലും ചേതോഭിഹി ജ്ഞാനേന്ദ്രിയങ്ങളാലും ആതനോതി, അത് നമ്മുടെ മനസ്സിൽ പ്രവൃത്തി ചെയ്യാനുള്ള ആ ത്വര ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമ്മളങ്ങനെ ഒരാൾ കെട്ടിയിട്ടിട്ട് കീ കൊടുത്ത പാവ പോലെ നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. ആ വാസന നശിക്കുന്നത് വരെ, അത് സത്വഗുണമാണെങ്കിൽ പോലും സത്വഗുണവും നശിച്ച് അല്ലെങ്കിൽ ഇല്ലാതാക്കി നിർഗുണാത്മകമാക്കി തീർക്കുമ്പോൾ മാത്രമാണ് ഈ പ്രപഞ്ചം സത്യമല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ. അതുവരെ ഇനി ആരൊക്കെ എന്തൊക്കെ രീതിയിൽ പറഞ്ഞു തന്നാലും ആ ആൾക്ക് ഈ പ്രപഞ്ചം സത്യം തന്നെയായിരിക്കും. ഏതുപോലെയാണോ അങ്ങ് വളരെ സമർത്ഥമായിട്ട് ഈ ലോകം ഉണ്ട് എന്ന് വാദിച്ചത്, അതുപോലെ നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് പലതായിട്ട് നമ്മൾ തന്നെയാണ് പല രൂപങ്ങളിൽ ശത്രുവായും മിത്രമായും ഒക്കെ സ്വപ്നത്തിൽ കാണപ്പെടുന്നത്. ഇതേപോലെ ഇതേ മനസ്സ് തന്നെയാണ് ഈ പ്രകൃതിയിൽ ഓരോ രൂപനാമങ്ങളെ ആകൃതിയെ ഒക്കെ സൃഷ്ടിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സ് തന്നെയാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നു. 5-ാമത്തെ ശ്ലോകം. സഹ വാസനാത്മാ വിഷയാ ഉപരക്തോ ഗുണപ്രവാഹോ വികൃത ഷോഡശാത്മാ ബിഭ്രത് പൃഥങ് നാമഭി രൂപഭേദം അന്തഃ ബഹിഷ്ട്വം ച പുരൈഹി തനോതി. വാസനാത്മാ, പല ജന്മങ്ങളിലായിട്ട് നമ്മൾ നേടിയെടുത്ത പലതരത്തിലുള്ള വാസനായുക്തമായ, അതുപോലെ വിഷയോപരക്ത, വിഷയങ്ങളാൽ, ഈ ലോക വിഷയങ്ങളാൽ വശീകരിക്കപ്പെട്ടതായും, ഗുണപ്രവാഹ, സത്വരജ തമോ ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് പല രീതിയിൽ ആ ഗുണങ്ങൾക്കനുസരിച്ച് ചലിക്കുന്നതുമായ, വികൃത, അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വികാരം, കാമാദി വികാരങ്ങളോട് കൂടിയതും, ഷോഡശാത്മ, 16 പ്രകൃതി വികാരങ്ങൾ ഉള്ളതും ആയിട്ടുള്ള ഈ മനസ്സ്, സഹ, ആ മനസ്സാണ് പൃഥങ് നാമഭിഹി, വ്യത്യസ്തങ്ങളായ പല പേരുകളോടുകൂടി, രൂപഭേദം, ആകൃതിഭേദത്തെ ബിഭ്രത്, ധരിച്ചുകൊണ്ട്, തൈഹി പുരൈഹി, ആ നാമരൂപങ്ങളോടുകൂടിയ ശരീരപുരങ്ങളാൽ, അന്തർബഹിഷ്വം, ഉത്കൃഷ്ടം അപകൃഷ്ടം, അതായത് നല്ലത് ചീത്ത, ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ താഴ്ന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ഭേദഭാവത്തെ ഉളവാക്കുന്നതും ഈ മനസ്സ് തന്നെയാണ്. ഇങ്ങനെ നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മെ തനോതി, നമ്മിൽ ഓരോ വികാരത്തെ അല്ലെങ്കിൽ ഓരോ ആകൃതി നമ്മുടെ ഉള്ളിൽ ഉളവാക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം അതിശയം തോന്നും, ഒന്നും മനസ്സിലാവുകയുമില്ല. പക്ഷേ അതിനാണ് സ്വപ്നം ദൃഷ്ടാന്തമാക്കിയെടുക്കാൻ പറയുന്നത്. സ്വപ്നത്തിൽ നമ്മൾ ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ കാണുന്നു, നമ്മൾ സങ്കല്പിക്കുന്നു. എവിടെയോ കിടക്കുന്ന ആളുകളെ നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ കാണുന്നു. ഇതെല്ലാം മനസ്സിൻ്റെ കളികളാണ്. മനസ്സാണ് ഓരോ രൂപങ്ങളെ നമുക്ക് അനുകൂലമായും പ്രതികൂലമായിട്ടും സൃഷ്ടിച്ചിട്ട് നമ്മെ തന്നെ പേടിപ്പിക്കുന്നത്. വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നും. ഇതേ കളി തന്നെയാണ് നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് നമുക്ക് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഉളവാക്കുന്നത്, അതായത് പല രൂപങ്ങൾ ഉണ്ട് എന്ന് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ
പറഞ്ഞ് കേട്ടത് കൊണ്ട് മാത്രം മനസ്സിലാവുകയില്ല. എപ്പോഴാണോ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് ആ സ്വപ്നത്തെ വിശകലനം ചെയ്യുന്നത്, ഇതേപോലെ ഈ അജ്ഞാനമാകുന്ന മായാബന്ധനത്തിൽ നിന്ന് എപ്പോൾ മുക്തമാകുന്നുവോ അപ്പോൾ മാത്രമാണ് അതുവരെ കണ്ട ആ മായാ സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ രൂപങ്ങൾ, ആകൃതികൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് തന്നെയാണ് ഇവരെൻ്റെ ശത്രുവാണ്, എൻ്റെ മിത്രമാണ് എന്ന രീതിയിൽ സുഖവും ദുഃഖവും ആരോപിച്ചുകൊണ്ട് സ്വയം ദുഃഖിക്കുകയും സുഖിക്കുകയും ചെയ്യുന്നത് എന്നാണ് 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ദുഃഖം സുഖം വ്യതിരിക്തം ച തീവ്രം കാലോപപന്നം ഫലം ആവ്യനക്തി ആലിംഗ്യ മായാരചിത അന്തരാത്മാ സ്വദേഹിനം സംസൃതി ചക്രകൂടഃ. മായാരചിത അന്തരാത്മാ, മായാകൽപിതമായിട്ടുള്ള ജീവന് ഈ ലോകത്തിൽ വിരാജിക്കാനുള്ള ഉപാധിയായിരിക്കുന്നതും സംസൃതി ചക്രകൂടഃ, ഈ സംസാരചക്രത്തിൽ നമ്മെ വട്ടം ചുറ്റിക്കുന്നതുമായ ആ മനസ്സ് തന്നെയാണ് സ്വദേഹിനം ആലിംഗ്യ, സ്വന്തം ചൈതന്യത്തെ ആശ്രയിച്ച് കാലോപപന്നം, കാലത്താൽ വന്നണഞ്ഞ തീവ്രം ദുഃഖം സുഖം, തീവ്രമായ സുഖത്തെയും ദുഃഖത്തെയും ഇതിൽ നിന്ന് വ്യതിരിക്തം അല്ലാത്ത മറ്റ് മോഹാദികളെയും ഫലം, ഇങ്ങനെ സംസാരമുണ്ട് എന്ന് കാണുന്നതിൻ്റെ ഫലമായിട്ട് ആവ്യനക്തി, എങ്ങും അഭിവ്യഞ്ജിപ്പിക്കുന്നു. ഇതിനെല്ലാം ഉദാഹരണം സ്വപ്നം മാത്രമാണ്. നമ്മുടെ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്ന നമ്മെ ആരും ഉപദ്രവിക്കാൻ വരുന്നില്ല. എന്നിട്ടും നമ്മുടെ മനസ്സ് തന്നെ പലതായി ഓരോ രൂപം സ്വീകരിച്ച് ശത്രുക്കളായും മിത്രങ്ങളായും വന്ന് നമ്മെ സുഖിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ഇവിടെ പുറത്ത് ജാഗ്രത അവസ്ഥയിലും സംഭവിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ എത്രയൊക്കെ വിശദീകരിച്ച് തന്നാലും വിശദീകരിച്ച് കേട്ടാലും പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുകയില്ല. കാരണം ഇത് സ്വയം അനുഭവത്തിൽ വരേണ്ട കാര്യമാണ്. മനസ്സ് ഉള്ളിലെ ചൈതന്യത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. കാരണം മനസ്സിന് സ്വന്തമായിട്ടൊരു അസ്തിത്വമില്ല. കടലും കടലിലെ തിരമാലയും പോലെയാണ് ജീവനും ഈ മനസ്സും. അതായത് കടലിലെ വെള്ളം തന്നെയാണ് തിരമാലകളായിട്ട് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ കാണുന്നത്. അത് വന്നും പോയും കൊണ്ടിരിക്കുന്നു. ഇതുപോലെ ജീവന്റെ പുറത്തേക്കുള്ള ഈ പോക്കുവരവാണ് മനസ്സിന്റെ രൂപത്തിൽ, ചിന്തകളുടെ രൂപത്തിൽ അലകളായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ ഈ ഭാവം ജീവാത്മാവിനും തോന്നാം എന്ന് പറയുകയാണ് 7ാമത്തെ ശ്ലോകം. താവാനയം വ്യവഹാരഃ സദാ അവിഹി ക്ഷേത്രജ്ഞ സാക്ഷ്യോ ഭവതി സ്ഥൂല സൂക്ഷ്മഃ തസ്മാത് മനോ ലിംഗമദോ വദന്തി ഗുണ അഗുണത്വസ്യ പരാവരസ്യ. എത്ര കാലം മനസ്സ് വിഷയങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കുന്നുവോ താവാൻ അത്രയും കാലത്തോളം സ്ഥൂല സൂക്ഷ്മഃ, ഈ ജാഗ്രത്തിൽ, നമ്മുടെ ജാഗ്രത അവസ്ഥയിൽ സ്ഥൂലരൂപമായും ഇനി സ്വപ്നരൂപത്തിൽ സൂക്ഷ്മരൂപമായും ഉള്ള അയം വ്യവഹാരഃ, ഈ പ്രാപഞ്ചിക വ്യവഹാരം അവിഹി, നമുക്ക് പ്രകടമായിട്ട് ഏത് നേരത്തും ക്ഷേത്രജ്ഞ സാക്ഷ്യഃ, ഈ ആത്മാവിന് ദൃശ്യമായി ഭവതി, ജീവാത്മാവിന് ഇതൊക്കെ താനാണ് അനുഭവിക്കുന്നത് എന്ന് തോന്നാം. യഥാർത്ഥത്തിൽ ഞാൻ എന്ന ആ ബോധമായിരിക്കുന്ന ആത്മാവിന് മനസ്സ് കാണിക്കുന്ന ഈ ആകൃതികളൊക്കെ, രൂപങ്ങളൊക്കെ ഉള്ളതായി ഭവിക്കുന്നു. തസ്മാത്, അതുകൊണ്ട് അധഃ മനഃ, ഈ മനസ്സിനെ ഗുണ അഗുണത്വസ്യ, ലോകത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അത് ഗുണാഭിമാനിയായിട്ടിരിക്കുന്നു. എന്നാൽ ലോകത്തിൽ നിന്നും മനസ്സിനെ വിടുവിച്ച് ഉള്ളിലെ ഈശ്വരനിലേക്ക് തിരിയുമ്പോൾ ഗുണരാഹിത്യം, മോക്ഷാവസ്ഥയ്ക്കും
രണ്ടിനും ഈ മനസ്സ് അങ്ങനെ പര അവരസ്യ ഓരോ മനുഷ്യന്റെയും ഉന്നതിക്കും അവരതിക്കും, അതാണ് പരാവരസ്യ ലിംഗം, അതിന് കാരണമായതാണ് ഈ മനസ്സ് എന്ന് വദന്തി പറഞ്ഞു വരുന്നു. ഇവിടെ ലോകമുണ്ടെന്ന് നമ്മെ തോന്നിപ്പിക്കുന്നതും നമ്മുടെ മനസ്സാണ്. എന്നാൽ ആ മനസ്സിനെ തന്നെ ഈശ്വരനിലേക്ക് തിരിച്ചുകൊണ്ട് നമുക്ക് മോക്ഷത്തിലേക്കും പോകാം. രണ്ടിനും മനസ്സ് തന്നെയാണ് കാരണം. മനസ്സ് തന്നെയാണ് നമ്മെ ഈ ലോകത്തോട് ബന്ധിപ്പിക്കുന്നതും. അതേ മനസ്സുകൊണ്ട് തന്നെയാണ് നമ്മൾ മോക്ഷാവസ്ഥയിൽ നമ്മുടെ സ്വസ്വരൂപത്തെ അനുഭവിക്കേണ്ടതും എന്ന് ഉദാഹരണ സഹിതം പറയുകയാണ് 8ാമത്തെ ശ്ലോകം. ഗുണാനുരക്തം വ്യസനായ ജന്തോഹോ ക്ഷേമായ നൈർഗുണ്യം അധോ മനസ്സ്യാത് യഥാ പ്രദീപോ ഹൃദവർത്തിം അസ്നൻ ശിഖാ സധൂമാ ഭജതി ഹി അന്യദാ സ്വം പദം തഥാ ഗുണകർമാനുബദ്ധം വൃത്തിഹി മന ശ്രയത്തെ അന്യത്ര തത്വം. ഗുണാനുരക്തം, ഈ ലോകവിഷയങ്ങളിൽ ആസക്തമായ മനഃ, മനസ്സ്, ജന്തോഹോ, അജ്ഞാനിയായ മനുഷ്യന്, വ്യസനായ, സംസാരക്ലേശത്തിന് കാരണമായി തീരുന്നു. അധോ, എന്നാൽ ഇതേ മനസ്സ് തന്നെ നൈർഗുണ്യം, വിഷയവുമായി യാതൊരു ബന്ധമില്ലാത്ത ആ തലത്തിലേക്ക് മനസ്സിനെ ഉയർത്തിയാൽ അത് ക്ഷേമായ സ്യാത്, ശാശ്വതമായ ആനന്ദത്തിനും കാരണമായേക്കും. എങ്ങനെയെന്നാൽ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ പ്രദീപഹ, ആ വിളക്ക്, ഘൃതവർത്തിം, നെയ്യ് ഒഴിച്ച് കത്തിക്കുന്ന തിരി, ആ തിരി കത്തിക്കുന്ന സമയത്ത് അഗ്നി അസ്നൻ, ഈ തിരിയെ ഭക്ഷിക്കുന്നു എന്ന് വെച്ചാൽ ആ തിരിയിൽ നമുക്ക് അഗ്നി പ്രകാശിക്കുന്നതായിട്ട് കാണാം. അത് സധൂമാഹ, പുകയോടുകൂടിയ അഗ്നി, ശിഖാഹ, ജ്വാലകളെ ഭജതി, പ്രാപിക്കുന്നു. അതായത് അഗ്നിയെ നമുക്ക് വ്യക്തമായിട്ട് വിളക്കിൽ തിരിയുടെ രൂപത്തിൽ കാണാം. എന്നാൽ ആ തിരി കത്തിക്കഴിഞ്ഞാൽ അന്യത, അല്ലാതാകുമ്പോൾ ഈ അഗ്നി സ്വയം കെട്ടടങ്ങുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ സ്വരൂപമായിട്ടുള്ള പ്രകൃതിയിലെ അഗ്നിസ്വരൂപത്തിലേക്ക് ലയിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ അത് തൻ്റെ സ്വയം പദം, ശുദ്ധരൂപമായ പഞ്ചമഹാഭൂതങ്ങളിൽ ഒന്നായിട്ടുള്ള അഗ്നിസ്വരൂപത്തിലേക്ക് തിരിച്ചു മടങ്ങുന്നു. യഥാ, ഇത് എപ്രകാരമാണോ, തഥാ, അതുപോലെയാണ് മനഃ, മനസ്സ്, ഗുണകർമാനുബദ്ധം, ഈ ലോകത്തിലെ വിഷയങ്ങൾ ഒരു തിരിയാണ്, എണ്ണ ഇട്ടുവെച്ച തിരിയാണ് എന്ന് സങ്കല്പിച്ചാൽ മനസ്സതിലേക്ക് ഇങ്ങനെ കത്തിപ്പടരുകയാണ്. ഒരു വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മനസ്സങ്ങനെ കൂടുതൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാതാകുന്ന നിമിഷം മനസ്സടങ്ങുന്നു. അതാണ് തഥാ മനഃ ഗുണകർമാനുബദ്ധം, ഗുണകർമ്മങ്ങളിൽ ബദ്ധമായിരിക്കുമ്പോൾ വൃത്തിഹി, പലതരത്തിലുള്ള വൃത്തികളെ, അതായത് അഗ്നിക്ക് എങ്ങനെയാണോ പല ജ്വാലകളായിട്ട്, അഗ്നി എങ്ങനെയാണോ ജ്വാലകളായി കത്തുന്നത്, അതുപോലെ മനസ്സിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോകവിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ മനസ്സ് ശാന്തമാകുന്നു. അത് അതിൻ്റെ സ്വസ്വരൂപമായ ജീവനിൽ അതങ്ങനെ അടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് മനസ്സ് സ്വസ്ഥമായി എന്ന് പറയാൻ സാധിക്കുക. ഇനി മനസ്സ് നാനാവൃത്തികളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. എത്രയാണ് മനസ്സിന്റെ വൃത്തികൾ? 9ാമത്തെ ശ്ലോകം. ഏകാദശ ആസൻ മനസോ ഹി വൃത്തയ ആകൂതയ പഞ്ചധിയോ ധിയഃ അഭിമാനഃ മാത്രാണി കർമാണി പുരം ച താസാം വതന്തി ഹ ഏകാദശ വീരാ ഭൂമിഹേ. മനസഃ വൃത്തയഃ ഹി, മനസ്സിൻ്റെ വൃത്തികളാകട്ടെ, ഏകാദശ 11 ആസൻ ആണ്, ആയിരിക്കുന്നു. ഇതിൽ ധിയഃ
ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നത് പഞ്ച 5. ആകൂതയ കർമ്മേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന 5. ഇനി ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണെന്ന മനസ്സിന്റെ അഭിമാന രൂപം 1. അങ്ങനെ 5 5 1 11. ഹേ വീര, ഇവിടെ ലഘുഗണനെ വിളിക്കുന്നു. മാത്രാണി, ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന 5 തന്മാത്രകൾ, ശബ്ദസ്പർശ രൂപ രസഗന്ധം. ഇനി കർമാണി, കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്ന കാണുക, കേൾക്കുക തുടങ്ങിയ 5 വ്യാപാരങ്ങളും. പുരം ച, ഈ ശരീരവും, അതായത് ഈ ശരീരത്തെയാണ് നമ്മൾ അഭിമാനിക്കുന്നത്, ശരീരം വെച്ചാണ് അഭിമാനിക്കുന്നത്. ഇങ്ങനെ 11 താസാം ഭൂമിഹി ഹ, ആ മനോവൃത്തികളുടെ വിഷയങ്ങളും ആകുന്നു. 11 വൃത്തികൾക്ക് 11 വിഷയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന 5 കാര്യങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്ന 5 പ്രവൃത്തികൾ, പിന്നെ ഈ അഭിമാനത്തിന് കാരണമാകുന്ന ശരീരം. ഇങ്ങനെ 11 വൃത്തികളും ആ 11 വൃത്തികൾക്ക് 11 വിഷയങ്ങളും. ഇനി ഈ പറയുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നു. ഇതൊക്കെ മുൻപ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടൊന്ന് പറഞ്ഞു പോകാം. 10ാമത്തെ ശ്ലോകം. ഗന്ധാകൃതി സ്പർശരസശ്രവാംസി വിസർഗ രതി അർത്തി അഭിജൽപ ശില്പാഹ 11 സ്വീകരണം മമ ഇതി ശയ്യാം അഹം 12 ഏക ആഹുഹു. ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് ഗന്ധം, ആകൃതി എന്നാൽ രൂപം, സ്പർശം രസം, ശ്രവാംസി എന്നാൽ ശബ്ദം. ഇനി കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് വിസർഗം, വിസർജനം, രതി സംഭോഗം, അർത്തി ഗമനം, പോക്കുവരവ്, അഭിജൽപ്പം സംഭാഷണം, പിന്നെ ചെയ്യുന്ന എല്ലാ ശില്പാഹ എന്ന് വെച്ചാൽ പ്രവൃത്തികൾ. ഇവയെല്ലാം കർമ്മേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാകുന്നു. ഇനി മമ ഇതി സ്വീകരണം, എൻ്റെ എന്നുള്ള തോന്നൽ, ഇതെല്ലാം എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ സ്വത്ത്, ഇങ്ങനെയുള്ള എൻ്റേതെന്ന അഭിമാനം, അതാണ് 11 11ാമത്തെ വിഷയമായി പറഞ്ഞത്. ഇനി ഏകേ ചിലർ, ശയ്യാം, ശയ്യ എന്നറിയപ്പെടുന്ന ജീവന്റെ ശയനസ്ഥാനത്തെ, അതായത് ഉള്ളിൽ ഞാനെന്ന ബോധമാണ് ഇതെല്ലാമെങ്കിലും ഞാൻ എന്നത് ഈ ശരീരമാണെന്നൊരു തോന്നലുണ്ട്. അതിനെ അഹം എന്ന ഈ അഹങ്കാര ചിന്തയെ, ജീവബോധത്തിന് പകരമുള്ള അഹങ്കാരബോധത്തെ 12 12ാമത്തേതായിട്ട് ചിലരൊക്കെ ആഹുഹു പറയുന്നുണ്ട്. എങ്കിലും പൊതുവെ ഈ പറഞ്ഞ 11 എണ്ണമാണ് മനസ്സിന്റെ വൃത്തികളും വിഷയങ്ങളുമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ 11 വൃത്തി എന്ന് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനപരമായ വൃത്തികളാണ്. പക്ഷേ ഇതിനെ തുടർന്ന് കോടിക്കണക്കിന് ചിന്തകൾ മനസ്സിലുണ്ടാകുമ്പോൾ അതെല്ലാം മനസ്സിന്റെ വൃത്തികളായി തീരുന്നു. അതാണ് 11ാമത്തെ ശ്ലോകം. ദ്രവ്യ സ്വഭാവ ആശയ കർമ്മകാലൈഹി 11 അമി മനസോ വികാരാഹ സഹസ്രശഃ ശതശഃ കോടിശഃ ച ക്ഷേത്രജ്ഞതോ നമിധോ നസ്വതഃ സ്യുഹു. മനസഃ വികാരാഹ, മനസ്സിന്റെ ഭാവഭേദങ്ങളായ അമി 11, ഈ 11 വൃത്തികൾ തന്നെയും അതിൻ്റെ ദ്രവ്യം, വിഷയങ്ങൾ, സ്വഭാവം, പരിണാമഹേതുവായിട്ടുള്ള സ്വഭാവം, ആശയം, സംസ്കാരം, കർമ്മകാലൈഹി, അദൃഷ്ടം എന്നാൽ നമ്മൾ ഈ പ്രകൃതിയിൽ കാണുന്ന വിധി എന്നൊക്കെ പറയുന്ന, അതുപോലെ കാലം, ഗുണക്ഷോഭകൃത്തായിട്ടുള്ള കാലം, ഇവയെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് മനസ്സിന്റെ വൃത്തികൾ ഇനിയും കൂടും. അത് ശതശഃ, ചിലപ്പോൾ 100 സഹസ്രശഃ, 1000 കോടിശഃ, കോടികളായും സ്യുഹു, സംഭവിച്ചേക്കാം. ഇവയൊക്കെ ക്ഷേത്രജ്ഞതഃ, ഈ കടലിൽ നിന്നാണ് തിരമാലകൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞതുപോലെ ജീവാത്മശക്തിയിൽ നിന്നാണ് അലകളായി മനസ്സ് ഇങ്ങനെ പല വൃത്തികളിലേക്ക് പോകുന്നത്. അത്
ക്ഷേത്രജ്ഞനിൽ നിന്ന് സംഭവിക്കുന്നു. എന്നാൽ ഇവ തമ്മിൽ മിഥഹ ന, അന്യോന്യം ചേരുന്നില്ല. സ്വതഹ ന, ഈ മനസ്സ് സ്വന്തമായി ഉണ്ടാക്കുന്നതല്ല. അതാ ശക്തിയിൽ നിന്ന്, കടലിൽ നിന്ന് എങ്ങനെ തിരമാലകൾ ഉണ്ടാകുന്നുവോ അതേപോലെ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു. എന്നാൽ ആദ്യം വന്ന തിരമാലയ്ക്ക് പിന്നീട് വരുന്ന തിരമാലയുമായി യാതൊരു ബന്ധവുമില്ല എന്നതുപോലെ ഈ വൃത്തികൾക്കൊന്നും പരസ്പര ബന്ധമില്ല. സ്വപ്നത്തിലും ജാഗ്രത അവസ്ഥയിലും മനസ്സ് ചലിക്കുമ്പോഴാണ് നമുക്ക് രൂപങ്ങളും ആകൃതിയും സംഭവങ്ങളും ഒക്കെ കാണുന്നത്. എന്നാൽ എപ്പോഴാണോ സുഷുപ്തിയിൽ മനസ്സടങ്ങുന്നത് അപ്പോൾ ഈ ലോകമേ ഇല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എവിടെയാണ് ഉള്ളതെന്ന ചിന്ത പോലും ഇല്ല. അതാണ് 12ാമത്തെ ശ്ലോകം. ക്ഷേത്രജ്ഞ ഏതാ മനസോ വിഭൂതി ജീവസ്യ മായാരചിതസ്യ നിത്യാഹ ആവിർഹിതാഹ ക്വാപി തിരോഹിതാഹ ച ശുദ്ധോ വിചഷ്ടേഹി അവിശുദ്ധ കർത്തുഃ. ശുദ്ധഃ ക്ഷേത്രജ്ഞഃ, പരിശുദ്ധനായ ക്ഷേത്രജ്ഞൻ, മായാരചിതസ്യ, ഈ മായയിൽ രചിക്കപ്പെടുന്ന, അവിശുദ്ധ കർത്തുഃ, അവിശുദ്ധമായ, ശുദ്ധമല്ലാത്ത ഈ സംസാരത്തെ ഉളവാക്കുന്ന ജീവസ്യ, ജീവന്റെ ഉപാധിയായിട്ടുള്ള മനസ്സഹ, മനസ്സിൻ്റെ, നിത്യാഹ, സദാ ഈ മനസ്സിനെ നിലനിർത്തുന്നത് ജീവനാണ്. ഈ ജീവൻ അഥവാ ക്ഷേത്രജ്ഞൻ ഏതാഹ വിഭൂതിഹി, ഇത്തരം വിഭൂതികളെ ക്വാപി, അതായത് ജാഗ്രത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് പോലെ ഈ ലോകം നമ്മൾ കാണുന്നു. സ്വപ്നത്തിൽ എന്തൊക്കെയോ ഒരു അവ്യക്തതയുണ്ട്. എന്നാലും ചില സമയത്ത് ആ സംഭവങ്ങൾക്കൊക്കെ ഒരു ക്രമവും ഉണ്ടാകും. ഇങ്ങനെ നമ്മൾ ജാഗ്രത്തിലും സ്വപ്നത്തിലും ഈ ജീവന്റെ ചൈതന്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് മനസ്സ് ഇതൊക്കെ കാണുന്നത്. ആവിർഹിതാഹ, ഇങ്ങനെ നമ്മുടെ മുന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കുന്നു. അതേസമയം ഇതേ മനസ്സ് തന്നെ പൂർണ്ണമായി ഈ ജീവനിൽ ലയിക്കുമ്പോൾ അതാണ് സുഷുപ്തി. ഈ പറഞ്ഞ, ഈ കണ്ട കാര്യങ്ങൾ മുഴുവൻ തിരോഹിതാഹ, പൂർണ്ണമായും തിരോധാനം ചെയ്യപ്പെട്ടവയായും അപ്രത്യക്ഷമായതായും വിചഷ്ടേഹി, കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് മുൻപ് പറഞ്ഞ അഗ്നിയുടെ ഉദാഹരണം. മനസ്സ് വൃത്തികളായി ഓരോരോ വിഷയങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഈ ലോകം നമുക്ക് ഉള്ളതായിട്ട് തോന്നുന്നത്. എന്നാൽ എപ്പോഴാണോ സുഷുപ്തിയിൽ നമ്മൾ പൂർണ്ണമായും ഇരിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ലോകമേ ഇല്ല. എന്നാൽ എപ്പോൾ ഉണർന്നെഴുന്നേൽക്കുന്നുവോ അപ്പോൾ തിരിച്ചു വീണ്ടും നമുക്ക് ലോകമുണ്ട്. അതിൽ നിന്ന് തന്നെ ബുദ്ധിമാനായ ഒരാൾ മനസ്സിലാക്കണം, ഇതെല്ലാം മനസ്സിൻ്റെ കളികളാണ്. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ ക്ഷേത്രജ്ഞനെ കുറിച്ചാണ് അടുത്തതായി പറയുന്നത്. 13ാമത്തെ ശ്ലോകം. ക്ഷേത്രജ്ഞ ആത്മാ പുരുഷഃ പുരാണഃ സാക്ഷാത് സ്വയം ജ്യോതിഃ അജഃ പരേശഃ നാരായണോ ഭഗവാൻ വാസുദേവഃ സ്വമായയാ ആത്മനി അവധീയമാനഃ. ക്ഷേത്രജ്ഞൻ അഥവാ ഈശ്വരൻ, ആത്മാ സർവവ്യാപിയാണ്, പുരുഷഃ എല്ലാവരുടെയും ഉള്ളിലെ ശരീരമാകുന്ന പുരത്തിൽ ശയിച്ചുകൊണ്ട്, അതാണ് പുരുഷഃ, സർവ അന്തഃകരണത്തിലും ഇരിക്കുന്നവനും, പുരാണഃ പണ്ടേക്ക് പണ്ടേ ഉള്ളത് അല്ലെങ്കിൽ സർവത്തിൻ്റെയും കാരണഭൂതൻ, സാക്ഷാത്ത് അപരോക്ഷ സ്വരൂപനും, സ്വയം ജ്യോതിഹി സ്വയം പ്രകാശിതനും, അജഃ ജനന മരണാദികളില്ലാത്തവനും, പരേശഃ ബ്രഹ്മാദികൾക്ക് പോലും നിയന്താവായുള്ളവനും, നാരായണഃ സർവജീവസമൂഹവും ഭഗവാനിൽ കുടികൊള്ളുന്നു. ഭഗവാനാണ് അവരുടെയൊക്കെ ആവാസ കേന്ദ്രം, നമ്മുടെയൊക്കെ ആവാസ കേന്ദ്രം. ഇങ്ങനെയുള്ള ഭഗവാൻ ഐശ്വര്യാദി 6 ഗുണങ്ങളോടു കൂടിയ വാസുദേവഃ സർവഭൂതാശ്രയനും, സ്വമായയാ തൻ്റെ അധീനത്തിലുള്ള യോഗമായയാൽ, ആത്മനി
ഓരോ ശരീരത്തിലും ജീവാത്മസ്വരൂപത്തിൽ ആ ശരീരത്തെയും മനസ്സിനെയും അവധീയമാനഃ നിയന്ത്രിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും ഉള്ളിൽ ഇരിക്കുന്നു. ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ ഒന്നുമില്ല. ഈ ആത്മാവ് എന്ന് പറയുന്നത് എങ്ങനെയാണോ വായു എല്ലാറ്റിനെയും ചലിപ്പിക്കുന്നത് അതുപോലെയാണ്. അതാണ് 14-ാമത്തെ ശ്ലോകം. യഥാ അനിലഃ സ്ഥാവരജംഗമാനാം ആത്മസ്വരൂപേണ നിവിഷ്ട ഈശേത് ഏവം പരോ ഭഗവാൻ വാസുദേവ ക്ഷേത്രജ്ഞ ആത്മ ഇദം അനുപ്രവിഷ്ടഃ. യഥാ എപ്രകാരമാണോ അനിലഃ വായു സ്ഥാവരജംഗമാനാം ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാവരുടെയും എല്ലാറ്റിൻ്റെയും ആത്മസ്വരൂപേണ പ്രാണശക്തിയുടെ രൂപത്തിൽ നിവിഷ്ടഃ അവയുടെയൊക്കെ ഉള്ളിലിരുന്ന് ഈശേത് അവയെ നിയന്ത്രിക്കുന്നത് ഏവം ഭഗവാൻ വാസുദേവഃ ക്ഷേത്രജ്ഞഃ സർവസാക്ഷിയായിട്ട് ക്ഷേത്രജ്ഞ സ്വരൂപത്തിൽ ആ പരഹ ആത്മാ പരമാത്മാവ് ഇദം അനുപ്രവിഷ്ടഃ ഈ വിശ്വത്തിലെ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നു. ഈ പറയുന്ന വേദാന്ത തത്വങ്ങളൊക്കെ അനുഭവിച്ചറിയേണ്ടതാണ്. അത് ഒരുപാട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഒരു കഥ പറയുന്നത് പോലെ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ആസ്വദിച്ച് പറയാനും സാധിക്കില്ല. കാരണം ഒരുപാട് തവണയായി ഇതേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വേഗത്തിൽ പോകുന്നത്. സ്വപ്നത്തിൽ കാണുന്നതൊന്നും സത്യമല്ല എന്ന് തിരിച്ചറിയണമെങ്കിൽ ആ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കണം എന്നതുപോലെ ഈ ലോകം സത്യമല്ല എന്നറിയണമെങ്കിൽ ആത്മതത്വം നേടണം. അതാണ് 15-ാമത്തെ ശ്ലോകം. നയാവത് ഏതാം തനുഭൃത് നരേന്ദ്ര വിധൂയമായാം വയുന ഉദയേന വിമുക്തസംഗോ ജിതഷട് സപത്നോ വേദാത്മതത്വം ഭ്രമതി ഇഹ താവത്. ഹേ നരേന്ദ്ര രാജാവേ, തനുഭൃത് അതുകൊണ്ട് ഒരു ദേഹി വയുന ഉദയേന ജ്ഞാനം ഉള്ളിൽ ഉദിക്കുമ്പോൾ വിമുക്ത സംഗഃ ഈ ലോക വിഷയങ്ങളോടുള്ള ആസക്തി വിട്ടുകഴിഞ്ഞാൽ വിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ജിത ഷഡ് സപത്നഃ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള 6 ശത്രുക്കളെ കാമക്രോധ ലോഭ മോഹാദി 6 ശത്രുക്കളെ സപത്നഃ എന്ന് വെച്ച ശത്രുക്കൾ ഇവയെ കീഴടക്കിയിട്ട് ഏതാം മായാം വിധൂയ ഈ അവിദ്യയെ നീക്കിക്കളഞ്ഞ് യാവത് എത്ര കാലത്തോളം ഈ ആത്മതത്വം ഞാൻ ആരെന്ന തത്വത്തെ വേദ സാക്ഷാത്കരിക്കുന്നില്ലയോ താവത് അത്രയും കാലത്തോളം ഇഹ ഈ സംസാരം ഈ ലോകം സത്യമാണെന്ന് വിചാരിച്ച് ഇവിടെ ഇങ്ങനെ ഭ്രമതി ചുറ്റിത്തിരിയുന്നതാണ്. വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ വിടുവിക്കാതെ ഈ സംസാര ദുഃഖത്തിൽ നിന്ന് നിവൃത്തിയില്ല എന്ന് തിരിച്ചറിയലാണ് പ്രധാനം. അതാണ് 16-ാമത്തെ ശ്ലോകം. നയാവത് ഏതന്മന ആത്മലിംഗം സംസാരതാപ അവപനം ജനസ്യ യത് ശോകമോഹാമയ രാഗലോഭ വൈര അനുബന്ധം മമതാം വിധത്തെ. ശോകമോഹ ആമയ രാഗം ശോകം മോഹം രോഗം രാഗം ലോഭം വൈര അനുബന്ധം ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവയൊക്കെ മമതാം ഇതൊക്കെയാണ് ഞാൻ എന്ന തോന്നലും യത് യാതൊന്നാണോ വിധത്തെ ഇതൊക്കെ നമ്മുടെ നമുക്ക് ഉണ്ടാക്കിത്തരുന്നത് നമ്മുടെ മനസ്സാണ്. ആ ആത്മലിംഗം ഈ ജീവോപാധിയായ ഏതത് മനഃ ഈ മനസ്സിനെ ജനസ്യ ഓരോ മനുഷ്യന്റെയും സംസാരതാപ അവപനം ഈ സംസാര ദുഃഖത്തിന്റെ വിളനിലമായിട്ട് യാവത് ന വേദ എത്ര കാലത്തോളം ഈ മനസ്സാണ് സകല കുഴപ്പത്തിനും കാരണമെന്ന് മനസ്സിലാക്കുന്നില്ലയോ അത്രയും കാലത്തോളം ഈ സംസാര ചക്രത്തിൽ കിടന്നു തിരിയുന്നു. ഭഗവാൻ ശ്രീഹരിയിൽ മനസ്സുറപ്പിക്കുക മാത്രമാണ് ഈ മനസ്സിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് മനസ്സെന്ന ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആ സങ്കല്പത്തെ ഇല്ലാതാക്കാൻ ഒരേ ഒരു വഴി. ആ വഴി 17-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത്.
ഭ്രാതൃവ്യം ഏനം തത് അതഭ്രവീര്യം ഉപേക്ഷയാ അധ്യേധിതം അപ്രമത്തഃ പുരോഃ ഹരേഃ ചരണോപാസന അസ്ത്രഃ ജഹി വ്യളീകം സ്വയം ആത്മമോഷം. തത് അതുകൊണ്ട് അതഭ്രവീര്യം അനൽപബലശാലിയും, അതായത് മനസ്സ് എന്ന് പറയുന്നത് അത്രത്തോളം പവർഫുൾ ആണ്, നമ്മൾ വിചാരിക്കുന്നത് പോലെയേ അല്ല. അത് ഇല്ലാത്ത ഒന്നാണെങ്കിലും ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മനസ്സിനെ വളർത്തിയെടുത്താൽ, ഈ ലോക വിഷയങ്ങളിലൂടെ വളർത്തിയെടുത്താൽ അതിന് അത്യധികമായ ശക്തിയുണ്ട്. അതാണ് അനൽപമായ, ഒട്ടും കുറയാത്ത ബലശാലിയും ഉപേക്ഷയാ, നമ്മൾ നമ്മുടെ മനസ്സിനെ വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതങ്ങനെ വളർന്നു പെരുകുന്നത്. അതായത് മനസ്സിലെ ചിന്തകൾ വളർന്നു പെരുകാൻ കാരണം നമ്മുടെ ജാഗ്രതയില്ലായ്മയാണ്. ഓരോ നിമിഷവും നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ മനസ്സ് ഒരു പരിധിയിൽ കൂടുതൽ വിഷയങ്ങളിലേക്ക് പോവുകയില്ല. അപ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവാണ് ഈ മനസ്സിങ്ങനെ അധ്യേധിതം, അധികം വളരാൻ കാരണം. എന്നാലോ ഇത് സ്വയം വെളീകം, കടലേ സത്യമായിട്ടുള്ളൂ, കടലിലെ തിരമാലകൾ സത്യമല്ല. അത് ആ കടലിൻ്റെ തന്നെ വെള്ളം വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നതാണ്. അതുപോലെ ജീവൻ മാത്രമാണ് സത്യം. ജീവനിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സ് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. എന്നാലോ ഈ മനസ്സാണ് ആത്മമോഷം, അവനവന്റെ സ്വസ്ഥതയെ കെടുത്തുന്നത്. ഇങ്ങനെ ഒരു പിടികിട്ടാത്ത, നമുക്ക് പോലും പിടികിട്ടാത്ത ഒരു കടങ്കഥ പോലെ ഇരിക്കുന്ന ഏനം ഭ്രാതൃവ്യം, ഈ ശത്രുവിനെ എങ്ങനെ നമുക്ക് ഹനിക്കാം, എങ്ങനെ ഇല്ലാതാക്കാം? ഗുരോഹോ, ആചാര്യസ്ഥാനത്ത് സാക്ഷാത് ഹരിയെ കാണുക. ഗുരോഹോ ഹരേഹേ, ഭഗവാൻ ശ്രീഹരിയുടെ ചരണ ഉപാസന അസ്ത്രഃ, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഉപാസന ചെയ്യുക, നിരന്തരം ഭഗവത് സ്മരണയിൽ ഇരിക്കുക എന്ന അസ്ത്രം, അത് ധരിച്ചുകൊണ്ട്, അതൊരു കവചമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു അസ്ത്രത്തിലൂടെ അപ്രമത്തഃ, ജാഗ്രതയോടെ ഇരിക്കണം. മനസ്സ് മറ്റു വിഷയങ്ങളിലേക്ക് അധികം പോകാതെ നമ്മൾ ജാഗ്രതയോടെ ഇരുന്ന് ഭഗവത് പ്രേമമാകുന്ന അസ്ത്രത്തിലൂടെ ഈ മനസ്സിനെ ജഹി, നിഗ്രഹിച്ചാലും, ഭഗവാനോടുള്ള ആസക്തി വളർത്തുകയല്ലാതെ മനസ്സിനെ നിഗ്രഹിക്കാൻ മറ്റൊരു വഴിയും ഇല്ല. എന്നാൽ ഈ ഭഗവാനിലുള്ള ആസക്തി വളർത്താനും നമുക്ക് ആദ്യം മനസ്സിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മനസ്സ് തന്നെയാണ് നമ്മെ ബന്ധിപ്പിക്കുന്നത്, മനസ്സ് തന്നെയാണ് നമ്മെ മോക്ഷത്തിലേക്കും നയിക്കുന്നത്. അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ബന്ധവും മോക്ഷവും. കഴിയുന്നത്ര സമയം, കഴിയുന്നത്ര രീതിയിൽ ഭഗവത് സ്മരണയിലിരിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് ചെയ്യുക, സാധനാരൂപത്തിൽ മനനം ചെയ്യുക, എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കുക. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ രഘുഗണ സംവാദേ ഏകാദശോऽധ്യായഃ. हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम राम हरे कृष्ण 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 हरे राम हरे कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण.